ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതിനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. മുതിരയും നാളികേരവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കറിയാണ്. ഈ മുതിര നമ്മൾ യൂസ് ചെയ്യുന്നത് വറുത്ത് തിരങ്ങിയിട്ടാണെന്ന്. അപ്പോൾ നമുക്ക് ഇതിനായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. മുതിരയാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കറിയിലോട്ട് ഞാൻ 1 ഗ്ലാസ് മുതിരയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിലോട്ട് ഉപയോഗിക്കാനായിട്ട് അരമുറി നാളികേരവും 1 ടീസ്പൂൺ ജീരകവും, നല്ല ജീരകം ഉണ്ടല്ലോ, അതും എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ കടുക് വറുത്തിടാനുള്ള കടുകും വറ്റൽമുളകും ഈ കറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. നമുക്കിനി നമ്മുടെ കറി വയ്ക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാത്രം ചൂടാവാൻ വെച്ചിരുന്നു. നമ്മുടെ മുതിര വറുത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുതിര ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുതിരയെ നല്ല പോലെ വറുത്തെടുക്കാം. നമ്മുടെ മുതിര ഇവിടെ ഏതാണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടെ ചൂടായി വറവാകുമ്പോൾ നമ്മുടെ മുതിര ഇങ്ങനെ ഇവിടുന്ന് പൊട്ടും. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആയിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു പരുവം വരുമ്പോഴാണ് കേട്ടോ നിങ്ങൾ ഇത് ഓഫ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനെ. അപ്പോൾ നമ്മുടെ മുതിര ഇങ്ങനെ ചെറുതായിട്ട് വറുത്തതിൻ്റെ ഒരു മണവും പിന്നെ ചിലതിങ്ങനെ പൊട്ടി ഇതാവുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ സ്മെല്ലൊക്കെ വന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. അതിനുശേഷമേ നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മുതിര വറുത്തത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിനെ നല്ലപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുതിരേനെ ഇതുപോലെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കഴുകിയിട്ട് അതിൻ്റെ പരിപ്പ് മാത്രമാക്കിയിട്ട് എടുക്കാം. കഴുകുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ വേറെ പോയി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിനെ കുക്കറിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മുതിരയുടെ പരിപ്പുണ്ടല്ലോ, അത് ഞാനൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊക്കെ അടച്ചിട്ട് ഒരു 2 വിസിൽ കുക്കറിന് വരണ വരെ നല്ലപോലെ ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൽ വെച്ചിരിക്കുന്ന നമ്മുടെ മുതിര വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരവും ജീരകവും കൂടെ നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. നാളികേരവും ജീരകമൊക്കെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുതിരയെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നാളികേരം അരച്ചു വെച്ചത് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ കറി തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കടുക് വറുത്തിടാം. വറുത്തിടാനായിട്ട് ഇവിടെ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കടുക് ഇടാം. ഇനി നമുക്ക് മുളക് പൊട്ടിച്ചിടാം. കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇടാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലോട്ട് നമ്മുടെ വറവ് ഇടാം. മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് സർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞങ്ങളുടെ ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനി അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.